ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. കുടുംബാംഗങ്ങളെ, കുഞ്ഞുങ്ങളെ, സ്നേഹമുള്ള പ്രായമുള്ള ആൾക്കാർക്ക് പ്രത്യേകം ഓർക്കുന്നു കേട്ടോ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് താമസിച്ചുള്ള ധ്യാനം തുടങ്ങുകയാണ്. 19 മുതൽ 22 വരെയുള്ള താമസിച്ചുള്ള ധ്യാനം, റെസിഡൻഷ്യൽ റിട്രീറ്റ്. നിങ്ങൾ ധ്യാനത്തിന് വിജയത്തിന് വേണ്ടി എല്ലാം പ്രത്യേകം പ്രാർത്ഥിക്കണം കേട്ടോ. ഇന്നലെ ചില പിതാവൊക്കെ ഒരുമിച്ച് പല മീറ്റിങ്ങുകളും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. എല്ലാം ദൈവത്തിന്റെ കരുണയാൽ എല്ലാം നന്നായി പോകുന്നു കേട്ടോ. പിന്നെ ഇന്ന് വ്യാഴാഴ്ചയാണ്, നമുക്ക് വേണ്ടി പ്രാർത്ഥന കിട്ടുന്ന ദിവസമാണ്. ഇന്ന് ഡബിൾ സന്തോഷമാണ്. ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങളെ, അതേപോലെ തന്നെ വേറെ നമുക്ക് ഡിസംബർ 26, 27 പിന്നെ ക്രിസ്മസിന്റെ പിറ്റേ ദിവസം 26-ാം തീയതി ഉച്ചയ്ക്ക് തുടങ്ങി 27-ാം തീയതി ഉച്ചയാകുമ്പോൾ തീരും. എന്താണെന്നറിയോ? ജീവിതാന്ത വിവേചന ധ്യാനം അഥവാ ദൈവവിളി ധ്യാനം. വൈദികരാകാൻ, സിസ്റ്ററാകാൻ ആഗ്രഹിക്കുന്ന യുവജനങ്ങൾക്ക്, കുട്ടികൾക്കൊക്കെ അതൊന്ന് ഡിസൈൻ ചെയ്ത് മനസ്സിലാക്കാൻ തീരുമാനമൊക്കെ നിങ്ങൾ പതുക്കെ എടുത്താൽ മതി. ഇതൊക്കെ ഉണ്ടോ ഇല്ലെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ധ്യാനമാണ്. കുറവലങ്ങാട് വെച്ചാണ് നടത്തപ്പെടുന്നത്. നിങ്ങൾ കുറവലങ്ങാട് PDMന്റെ മോണസ്ട്രിയിൽ, PDM സെന്ററിൽ അത് വിളിച്ച് ബുക്ക് ചെയ്യണം. ഞാനൊരു കാർഡ് നേരത്തെ ഇട്ടു. ഇനിയും കുട്ടികൾ ആരെങ്കിലും യുവജനങ്ങൾക്ക് കേൾക്കാത്തവരുണ്ടെങ്കിൽ, നിങ്ങൾ ചിലപ്പോൾ ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുമായിരിക്കും, ഡിഗ്രി സെക്കൻഡ് ഇയർ ആയിരിക്കും, ഡിഗ്രി തേർഡ് ഇയർ ആയിരിക്കും, PG ഫസ്റ്റ് ഇയർ, നോ പ്രോബ്ലം. നിങ്ങൾ വന്നിട്ട് കൂടിയിട്ട് തീരുമാനമൊക്കെ ഉറപ്പിച്ച് എന്നിട്ട് പഠനം കഴിഞ്ഞിട്ട് വന്നാൽ മതി, നമുക്ക് ആലോചിക്കാം. അപ്പം അതുകൊണ്ട് പ്രത്യേകം ക്ഷണിക്കുകയാണ് കേട്ടോ. പിന്നെ +1 +2 ഒക്കെ കേട്ടോ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് ഒരു നന്മ പറഞ്ഞു ചൊല്ലി എന്റെ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രത്യേകിച്ച് ധ്യാനമൊക്കെ പ്രത്യേകം നിങ്ങളെ മനസ്സിൽ കണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കാവോ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകും. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. എന്നാൽ നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് 131 സങ്കീർത്തനത്തിൽ 2ാമത്തെ തിരുവചനമാണ്. നല്ല തിരുവചനമാണ്. തലക്കെട്ട് ഇങ്ങനെയാണ്: ഇങ്ങനെ ശാന്തമാകണം. ചിലപ്പോൾ ചില ആൾക്കാർ റേസായി ചൂടായി നിൽക്കുന്ന സമയത്ത് അപ്പോൾ എങ്ങനെയാണ് ശാന്തമാകേണ്ടത് പറയാ. ഇപ്പം എഞ്ചിനൊക്കെ തണുപ്പിക്കാൻ വേണ്ടി വിടില്ല എന്ന് പറഞ്ഞ പോലെ വണ്ടിയുടെ. ഇവിടെ വചനം വെളിപ്പെടുത്താണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. മാതാവിന്റെ മടിയിൽ ശാന്തനായി കിടക്കുന്ന കുഞ്ഞിനെ പോലെ ഞാൻ എന്നെ തന്നെ ശാന്തനാക്കി. എന്നിട്ട് പറയാണ്, പിന്നെ ശാന്തനായി ഉറങ്ങുന്ന ശിശുവിനെ പോലെയാണ് എന്റെ ആത്മാവ്. എന്തൊരു മനോഹരമായ വചനമാണ്. അതാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, ഒരു കൊച്ചെ ഇങ്ങനെ അമ്മയുടെ മടിയിൽ കിടന്ന് ബഹളം വെക്കുന്നു, അങ്ങോട്ട് തിരിയുന്നു, ഇവിടെ തോണ്ടുന്നു, അവിടെ തോണ്ടുന്നു, കെട്ടിപ്പിടിക്കുന്നു, അമ്മ കൊടുക്കുന്നു, വഴക്ക് ഉറക്കുന്നു, കരയുന്നു. ഇതെല്ലാം നടത്തുന്നതിന് കുറച്ച് കഴിയുമ്പോൾ ശാന്തമായിട്ട് കിടന്നുറങ്ങും അല്ലേ? അത് നിങ്ങൾക്ക് ആ ഒരു രംഗം നിങ്ങൾക്ക് പിക്ചറൈസ്, നിങ്ങൾക്ക് അത് ഭാവന കാണാൻ വേണ്ടി പറ്റും എന്ന് പറഞ്ഞതുപോലെ. അപ്പൊ ആ കൊച്ച് തന്നെ ശാന്തനാക്കി കുറച്ച് ചിലപ്പോൾ കരഞ്ഞു ഉറങ്ങും അല്ലേ എന്നൊക്കെ പറഞ്ഞതുപോലെ. എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ ചൂടായിട്ട് ദേഷ്യപ്പെട്ടും ഇറിറ്റേഷൻ വരും, ഭിന്നത വരും, അങ്ങനെ ഒരു ലെവല്. പിന്നെ അസ്വസ്ഥത, ദുഃഖം, സങ്കടം, നിരാശ, ഭയം, ആകുലത, അങ്ങനത്തെ ഒരു അവസ്ഥ. ഇതൊക്കെ വരുന്നിടത്ത് ചെയ്യേണ്ട കാര്യം എന്നറിയാവോ? മാതാവിന്റെ മടിയിൽ ശാന്തനായി കിടക്കുന്ന കുഞ്ഞിനെ പോലെ ഞാൻ എന്നെ തന്നെ ശാന്തനാകും. അവിടെ സ്വാഭാവികമായിട്ട് നമുക്കറിയാം, കരയുന്ന ഒരു കൊച്ച്, അമ്മ വരുമ്പോഴാണല്ലോ കൊച്ചിനൊരു ശാന്തത അല്ലേ? ചില ആൾക്കാർക്ക് പപ്പയായിരിക്കും. അപ്പൊ എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഈശോ വരുമ്പോൾ ഒരു ശാന്തതയാണ്. പിന്നെ ടെൻഷൻ പിടിക്കേണ്ട ആവശ്യമില്ല. ഈ നമ്മളിങ്ങനെ ഭയങ്കര വൈബ്രന്റ് ആകുന്നത്, അല്ലെങ്കിൽ നമ്മളിങ്ങനെയൊക്കെ ആകുന്നതിന് കാരണം ഈശോയുടെ പ്രസൻസിന്റെ അതിന്റെ കുറവ് നമുക്ക് ഉള്ളത് കൊണ്ടാണ്. അപ്പൊ അത് പറയാണ്, ശാന്തമായി ഇങ്ങനെ ഉറങ്ങുന്ന ശിശുവിനെ പോലെ എന്റെ ആത്മാവിന് അസ്വസ്ഥത പാടില്ല. ഹല്ലേലൂയ. കർത്താവ് പ്രത്യേകം അനുഗ്രഹിക്കട്ടെ കേട്ടോ. ഈ ഒരു വചനം വെച്ച് അങ്ങോട്ട് പ്രാർത്ഥിച്ചു. ഈ വചനത്തിന് ഗിഫ്റ്റ് തരണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചോ, അത് കിട്ടിക്കോളും ഉറപ്പ്. നമുക്ക് എന്നാ പിന്നെ അതിനു വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കാം അല്ലെ? നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. സ്തുതിക്കാവോ? ഈശോയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ. അത്ഭുതകരമായ ദൈവകൃപ നിറയട്ടെ കർത്താവ്. ദൈവമേ പ്രത്യേകിച്ച് കർത്താവെ, ഒരുപാട് വിശുദ്ധാത്മാക്കൾ, വിശുദ്ധ സൈമൺ സ്റ്റോക്കിന്റെ ഒക്കെ സ്വാധീനമുള്ള, സാന്നിധ്യമുള്ള ഈ UK നിന്നുകൊണ്ട്, കർത്താവായ കാർഡിനൽ ന്യൂമാൻ, അതേപോലെ വിശുദ്ധ ഫിലിപ്പിനേവരി, ഇവരുടെയൊക്കെ വലിയ കൂട്ടായ്മയിൽ നിന്നുകൊണ്ട് കർത്താവെ, പ്രത്യേകിച്ച് ദൈവമേ, വാത്സംഗ മാതാവിന്റെ ഒക്കെ പ്രത്യേക മധ്യസ്ഥത, പിതാവിന്റെ പ്രത്യേക കൂട്ടായ്മ പ്രത്യേകം ബ്ലസ് ചെയ്യാണ്. കർത്താവായ ദൈവമേ, പ്രത്യേകിച്ച് ഒന്ന് ശാന്തത കിട്ടുന്നില്ല, ഒരുപാട് അസ്വസ്ഥമാണ്. കർത്താവ് 131 സങ്കീർത്തനത്തിന്റെ 2ാമത്തെ വാക്യത്തിന്റെ അഭിഷേകം ഇവർ ഓരോരുത്തർക്കും നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ നാമത്തിൽ നിങ്ങളെ ആശീർവദിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ യേശു പറയട്ടെ. ദുഷ്ടാരികൾ യേശുനാമത്തിൽ ബന്ധിക്കുന്നു. ദൈവകൃപ ശക്തമായി ആവസിക്കട്ടെ. കർത്താവ് UK നടക്കുന്ന റെസിഡൻഷ്യൽ റിട്രീറ്റിന് വേണ്ടി പ്രാർത്ഥിക്കാൻ അനേകരെ അഭിഷേകം ചെയ്യണം, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.